ഹായ്, ഞാൻ അനസ് അമ്പുകണ്ടി. നമ്മുടെ മക്കളുടെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത്, അല്ലേ? അതിനുവേണ്ടി നമ്മൾ പല തരത്തിലുള്ള ടോയ്സുകൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പം 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടോയ്കൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇനി പറയുന്നത്. ഒന്നാമതായിട്ട്, അവരുടെ ഏജിന് യോജിച്ചതാണോ എന്ന് ഉറപ്പുവരുത്തുക. പൊതുവെ എല്ലാ ടോയ് ബോക്സിന്റെയും പുറത്ത് അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. രണ്ടാമത്, വായിലിടുന്നതോ അപകടം ചെയ്യുന്നതോ ആയിട്ടുള്ള പാർട്സ് ആയിട്ടുള്ള ടോയ്കൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. മൂന്നാമത്, നമ്മുടെ മക്കൾ വായിലിടാൻ ചാൻസ് കൂടുതലുള്ളത് കൊണ്ട് അത് നോൺ ടോക്സിക് ആയിട്ടുള്ള ടോയ് ആണെന്ന് ഉറപ്പ് വരുത്തുക. നാലാമത്, കൂടുതൽ ശബ്ദം ഉള്ള ടോയ്സുകൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഭാവിയിൽ അവർക്ക് കേൾവി ശക്തിക്ക് അത് അപകടം ചെയ്യും. അഞ്ചാമത്, വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോയ് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം മക്കൾക്ക് ഹൈജീൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആറാമത്, കുട്ടികൾക്ക് അപകടം ചെയ്യത്തക്ക രീതിയിലുള്ള വയറുകൾ, കയറുകൾ, അതേപോലെ ഷാർപ്പായിട്ടുള്ള പോയിന്റുകളുള്ള ടോയ്സുകൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. ഏഴാമത്, ബാറ്ററി ഉള്ള ടോയ്സ് ആണെങ്കിൽ ആ ബാറ്ററി ഇടുന്ന ഭാഗത്ത് സ്ക്രൂ ചെയ്ത് വളരെ കൃത്യമായി ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോയ്സ് ആണെന്ന് ഉറപ്പുവരുത്തുക. എട്ടാമത്, കളർഫുൾ ആയിട്ടുള്ള ടോയ്സുകൾ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് നോൺ ടോക്സിക് ആണെന്ന് ഉറപ്പുവരുത്തുക. 9, ബലൂണ്, ഗണ്ണ് പോലുള്ള പൊട്ടാൻ സാധ്യതയുള്ള ടോയ്സുകൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. 10, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാരത്തിലുള്ള ടോയ്സുകൾ വാങ്ങിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നോ മറ്റോ വീണ് അവർക്ക് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ മക്കൾക്ക് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പം ഇനിയും ഇത്തരം ടിപ്സുകളായിട്ട് ഇൻഷാ അല്ലാഹ് ഉടനെ വരും. ഈ ഒരു ചാനൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.